ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഹിന്ദി ഹൃദയമേഖല എങ്ങോട്ട് ചായുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് കിട്ടിയ സീറ്റുകൾ എൻ.ഡി.എ മുന്നണിക്ക് ഇത്തവണ നിലനിർത്താനാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഹിന്ദി ഹൃദയ മേഖലയിൽ ഏകദേശം 189 സീറ്റുകൾ ഏതാണ്ട് 6 സംസ്ഥാനങ്ങളിലായി പടർന്നു കിടക്കുന്നു. ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഇവയെല്ലാം അവിടെ വരുന്ന പ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഏതാണ്ട് 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 283, ഏതാണ്ട് നമ്മൾ പകുതിയിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി 4 ഘട്ടങ്ങൾ കൂടി നടക്കാനുണ്ടെങ്കിലും ഇനി ഇപ്പോൾ തന്നെ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ സീറ്റിലധികം മത്സരം നടന്നിരിക്കുന്നു ഒരു പശ്ചാത്തലം കൂടിയാണ്. ആസം, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കർണാടക, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു ഇവിടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ബി.ജെ.പിക്ക് നേരത്തെ കിട്ടിയ സീറ്റുകൾ നിലനിർത്താനാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എല്ലാവരും പറയുന്നത് കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ നേടിയ അത്രയും സീറ്റുകൾ, കാര്യമായ കുറവൊന്നും സംഭവിച്ചില്ല എങ്കിലും അത്രയും സീറ്റുകൾ ഹിന്ദി ഹൃദയ മേഖലയിൽ നിലനിർത്താനാവില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിന് ധാരാളം കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഗുജറാത്തിൽ ജാതി സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ വേണ്ടത്ര ഗുണം ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഉത്തർപ്രദേശിൽ അവർക്ക് കാര്യമായ തിരിച്ചടികൾ ഉണ്ടാകും എന്ന് കരുതുന്നില്ല. എന്നാൽ ഇപ്പൊ മഹാരാഷ്ട്രയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നേരത്തെയുള്ള ഇപ്പൊ ശിവസേന പക്ഷം തന്നെ 2 വിഭാഗമായി. ഒരു പൂർണ്ണ ശിവസേന ബി.ജെ.പിയോടൊപ്പം ഇല്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും അതുപോലെ കർണാടകയിലും ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ അത് മറ്റ് പ്രദേശങ്ങളിലും ബി.ജെ.പിക്ക് എതിരെ, പ്രത്യേകിച്ച് നാരീശക്തി എന്നുള്ള മുദ്രാവാക്യവുമായി ബി.ജെ.പി മുന്നേറുമ്പോൾ ഒരു തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവാണ്. ഒന്നാം തെരഞ്ഞെടുപ്പിലും 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലും ഉണ്ടായതുപോലെ തന്നെ 3ാം ഘട്ട തെരഞ്ഞെടുപ്പിലും പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ 66.83% അവിടുത്തെ പോളിംഗ് എങ്കിൽ ഇപ്പോ അത് ഏതാണ്ട് 2%, ഒരുപക്ഷെ 2% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 64.54 ഒരുപക്ഷെ അത് 65% വരെ വന്നേക്കാം. അപ്പൊ ഏതാണ്ട് 2%-ഓളം ഏതാണ്ട് പോളിംഗ് കുറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ അതേസമയം തന്നെ ചില സ്ഥലങ്ങളിൽ പോളിംഗ് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബി.ജെ.പി വെല്ലുവിളി നേരിടാൻ അല്ലെങ്കിൽ തിരിച്ചടി നേരിടാൻ സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്ന കർണാടകയിൽ, ഹിന്ദി ഹൃദയ മേഖലയല്ല ഞാൻ പറയുന്നത്, കർണാടകയിൽ പോളിംഗ് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ പോളിംഗ് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ചിലയിടത്ത്, എല്ലായിടത്തും പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ താഴ്ന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചില പ്രദേശങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ബി.ജെ.പിക്ക് തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ഉയർന്നു നിൽക്കുന്നു എന്ന് കാണിക്കുന്നത് തന്നെ അത് ബി.ജെ.പിക്ക് ശുഭകരമായ ഒരു വാർത്തയാകണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം തന്നെ ഹിന്ദി ഹൃദയ മേഖലയിൽ അധികാരം നിലനിർത്തുന്നതിൽ നിന്നോ ബി.ജെ.പി താഴെ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും നരേന്ദ്രമോദി 3-0 ഉണ്ടാകും, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു 3ാം സർക്കാർ ഉണ്ടാകും എന്ന് തന്നെയാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അതേസമയം തന്നെ അതിന് കാരണം, ഇങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം, ഹിന്ദി ഹൃദയ മേഖലയിൽ ചില സീറ്റുകൾ നഷ്ടപ്പെടുമെങ്കിലും ഇതര മേഖലകളിൽ ഏതാണ്ട് 150 സീറ്റുകൾ ബി.ജെ.പി വളരെ ഭംഗിയായി ഫോക്കസ് ചെയ്ത് ആ സീറ്റുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ബി.ജെ.പി നേട്ടം കൊയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഉദാഹരണത്തിന് ഇപ്പൊ കേരളത്തിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നായാലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേരത്തെ ഒരു സീറ്റും കിട്ടാത്ത പല സംസ്ഥാനങ്ങളിൽ നിന്നും അവർ നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മാത്രമല്ല ധാരാളം ഇപ്പൊ കോൺഗ്രസിന്റെയും ഇതര പാർട്ടികളിൽ നിന്നും ധാരാളം നേതാക്കന്മാരെയും അണികളെയും ചോർത്തിക്കൊണ്ടുപോകുവാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഹരിയാന ഇപ്പം വളരെ വലിയൊരു 2 ദിവസമായിട്ട് രാഷ്ട്രീയ ചർച്ചയിലാണ്. നമുക്കറിയാം ഹരിയാനയിൽ ഏതാണ്ട് ബി.ജെ.പി സർക്കാർ നിലം പൊത്തുന്ന അവസ്ഥയിലാണ്. അവിടെ 7 സ്വതന്ത്രന്മാരുടെ പിന്തുണ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ മൊത്തം ഏതാണ്ട് 42 പേരുടെ പിന്തുണ മാത്രമേ ഇപ്പോൾ അവർക്കുള്ളൂ. അതേപക്ഷെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 46 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചിരിക്കുക. അപ്പൊ ഏതാണ്ട് സർക്കാർ താഴെ വീഴാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഹരിയാനയിൽ ഇങ്ങനെയുള്ള തിരിച്ചടികൾ, അപ്പൊ അവിടെയും ചില തിരിച്ചടികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് ബി.ജെ.പിക്ക് വിനയായി മാറും എന്നാണ് തോന്നുന്നത്. അപ്പം പല സ്ഥലങ്ങളിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദി ഹൃദയഭൂമിയിൽ ബി.ജെ.പിക്ക് കാര്യമായ തിരിച്ചടിയില്ലെങ്കിലും ചില തിരിച്ചടികൾ നേരിടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്നാൽ അധികാരത്തിലെത്തുന്നതിന് ഇതര സംസ്ഥാനങ്ങളിൽ മുമ്പില്ലാത്ത തരത്തിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ ബി.ജെ.പി സർക്കാർ നിലംപൊത്തും എന്ന പ്രതീക്ഷയില്ലെങ്കിലും നേരത്തെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിലനിർത്തിയിരുന്ന അത്രയും സീറ്റുകൾ നിലനിർത്തുക ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം
വളരെ സ്പഷ്ടമാണ്. മഹാരാഷ്ട്രയിലെ കാര്യം വളരെ വ്യക്തമാണ്. മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പൂർണ്ണ ശിവസേന അവരോടൊപ്പം ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു ശിവസേന താക്കറെ വിഭാഗം മറുചേരിയിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പല വിവാദങ്ങളും മഹാരാഷ്ട്രയിലുണ്ട്. അതുപോലെ തന്നെ ഹരിയാനയിൽ പ്രശ്നങ്ങളുണ്ട്. ഗുസ്തി താരങ്ങളുടെ പ്രശ്നം പരിഹരിച്ചില്ല എന്നുള്ള പ്രശ്നമുണ്ട്. കർഷക സമരത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പൊതുവായിട്ട് തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രവും അയോധ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലോ അതിനു മുമ്പോ ഉണ്ടാക്കിയ അതിന്റെ അത്രയും വലിയ സ്വാധീനം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ BJP യെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായി നിൽക്കുന്നു. അതേസമയം തന്നെ അനുകൂലമായും ധാരാളം ഘടകങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമുണ്ട്. അപ്പൊ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവരേതാണ്ട് 286 സീറ്റ് നേടിയത് 16 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടാണ്. അതിൽ തന്നെ ഏതാണ്ട് 13 സംസ്ഥാനങ്ങളിൽ നിന്നായി അവർ ഏതാണ്ട് 90%, 100% ആ സംസ്ഥാനങ്ങളിൽ വരുന്ന 90%-ലധികം സീറ്റുകൾ നേടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വന്നത്. അപ്പൊ അത്രയും സീറ്റുകൾ ഇത്തവണ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഏതാണ്ട് പല സീറ്റുകളും എടുത്ത് പരിശോധിച്ച് ഏതാണ്ട് 10%-ലധികം സീറ്റുകൾ അവർ വിജയിച്ചത് വളരെ ചെറിയ മാർജിനിലാണ്. 10%-ലധികം സീറ്റുകളല്ല, 83%-ലധികം സീറ്റുകൾ അവർ വിജയിച്ചത് 10%-ൽ താഴെ മാർജിനിലാണ്. അപ്പൊ അതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ചെറിയ ചെറിയ വേരിയേഷൻസ്, തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ശതമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ ഫലത്തെ നിർണ്ണയിക്കും എന്നുള്ളതാണ്. 83 സീറ്റുകളിൽ 10%-ന് താഴെ മാർജിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ വളരെയധികം സംസ്ഥാനങ്ങളിൽ നിന്നായി ഏതാണ്ട് 100-ലധികം സീറ്റുകൾ അല്ലെങ്കിൽ 100-നടുത്ത് ശതമാനം സീറ്റുകൾ 13 സംസ്ഥാനങ്ങളിൽ അവർ നേടി എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു വിജയമാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത്രയും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നുള്ളതാണ് വസ്തുത. കാരണം പലയിടത്തും അവർക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വരും. അതുപോലെ തന്നെ മോദി തരംഗം, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അത്ര വലിയ മോദി തരംഗം ഹിന്ദി ഹൃദയ മേഖലയിൽ കാണുന്നില്ല എന്ന് പലരും റിപ്പോർട്ടുകൾ പറയപ്പെടുന്നു. അത് ശരിയാണോ നിർബന്ധമില്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ അതില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതും ഒരു ഘടകമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹിന്ദി ഹൃദയ മേഖലയിൽ നേരത്തെ നിലനിർത്തിയ അത്രയും സീറ്റുകൾ നിലനിർത്തുക എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതിനവർക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ BJP-ക്ക് തീർച്ചയായിട്ടും സർക്കാർ നിലനിർത്താനാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമല്ല. കാരണം ചില സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ അതിനിരട്ടി സീറ്റുകൾ നേടുവാനുള്ള പരിശ്രമങ്ങളാണ് BJP വളരെ കാലക്കൂട്ടി നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. പല സ്ഥലങ്ങളിലും നേരത്തെ സീറ്റുകൾ കിട്ടാത്ത പല പ്രദേശങ്ങൾ, ഏതാണ്ട് 150 മണ്ഡലങ്ങൾ അവർ BJP ഇത്തവണ വളരെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കും. ഇപ്പൊ കേരളത്തിൽ 5ഓളം മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 2 മണ്ഡലങ്ങൾ ജയിച്ചു കയറാൻ വേണ്ടി പരമാവധി പരിശ്രമങ്ങളാണ് അവർ നടത്തിയത്. അതുപോലെ പല പ്രദേശങ്ങളിൽ നിന്നും മുമ്പ് കിട്ടാത്ത സീറ്റുകൾ, തമിഴ്നാട്ടിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും ഒക്കെ മുമ്പ് കിട്ടാത്ത സീറ്റുകൾ പരമാവധി തങ്ങളുടെ കൂടെ നിർത്താനാണ് BJP പരിശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ BJP പരിശ്രമിക്കുന്നു എന്നുള്ളൊരു വസ്തുത. ഏതാണ്ട് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. 400 സീറ്റിലധികം തങ്ങൾ നേടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ BJP ആ അജണ്ടയിൽ നിന്ന് ഒരല്പം പിന്നോക്കം പോയത് എന്തുകൊണ്ടെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം 400 സീറ്റിലധികം നേടി വരികയും 320 സീറ്റിലധികം BJP അല്ലെങ്കിൽ 320 സീറ്റിലധികം BJP ഒറ്റയ്ക്ക് നേടുകയും ചെയ്താൽ ഭരണഘടനയെ പോലും റീറൈറ്റ് ചെയ്യും, ഞങ്ങൾ ഭരണഘടനയെ അല്ലെങ്കിൽ മാറ്റിയെഴുതും എന്നുള്ള തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത് ഒരുപക്ഷെ OBC വിഭാഗങ്ങൾക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കൊക്കെ വളരെ ആകുലത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് പുറത്തു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ BJP-യെ നെഗറ്റീവായിട്ട് ബാധിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ 400 സീറ്റ് അല്ലെങ്കിൽ 320 സീറ്റിൽ BJP ഒറ്റയ്ക്ക് അല്ലെങ്കിൽ 400 സീറ്റിൽ മുന്നണി തങ്ങൾ സീറ്റ് പിടിക്കും എന്നുള്ള അജണ്ട ഇനി വരുന്ന ഘട്ടങ്ങളിൽ ഒരുപക്ഷെ BJP അധികം പോപ്പുലറൈസ് ചെയ്യാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. 3ാം ഘട്ടമായപ്പോഴേക്കും അത് ഏതാണ്ട് BJP ആ ഒരു പ്രചരണത്തിൽ നിന്ന് ഒരല്പം പിന്നോക്കം പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന തെരഞ്ഞെടുപ്പ് BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകവും രസകരവുമാണ്. രസകരമെന്ന് ഞാൻ പറയാൻ കാരണം പല പ്രദേശങ്ങളിലും വീണ്ടും ഒരു 3-0 മോദി 3-0 ഉണ്ടായാൽ പല പാർട്ടികളിൽ നിന്നും ചാടാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് BJP-യിൽ എത്തിച്ചേരുന്ന രസകരമായ ഒരു ട്രപ്പീസ് കളിക്കാഴ്ച രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അതേസമയം ഗൗരവതരം എന്ന് ഞാൻ പറയാൻ കാരണം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മണ്ണ് വിട്ട്
തെക്കേന്ത്യയിൽ BJP വേരോട്ടം നടത്താനുള്ള പരിശ്രമത്തിലെ ഏറ്റവും വലിയ ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായും റോഡ് ഷോകൾ, പരമാവധി റോഡ് ഷോകൾ നടത്തി ഇപ്പൊ അവസാന ഘട്ടത്തിൽ ധാരാളം വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. ഹരിയാനയിൽ സംഭവിച്ചു. ഹരിയാനയിൽ സർക്കാർ BJP സർക്കാർ നിലം പൊത്താറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 42 MLA-മാരുടെ MLA-മാരുടെ പിന്തുണയാണ് അവിടെ ഇപ്പോൾ ഉള്ളത് BJP സർക്കാരിന്. എന്നാൽ പ്രതിപക്ഷ നിരയിൽ ഏതാണ്ട് 46 അംഗങ്ങളുണ്ട്. ഏതാണ്ട് അവിടെ ഉണ്ടായിരുന്ന 7ഓളം സ്വതന്ത്രന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഏതാണ്ട് BJP സർക്കാരിന്റെ പിന്തുണ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. 3 MLA-മാര് പോയി, ഇപ്പം 1 MLA കൂടി പോയെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അവിടെയും സംസ്ഥാന ഭരണം ഏതാണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, തെരഞ്ഞെടുപ്പിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ധാരാളം വിഷയങ്ങൾ ഇത്തവണ നേരിടാനുണ്ട്. എന്തായാലും തുടക്കത്തിൽ ഒരുപക്ഷെ അഴിമതിയോ അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലില്ലായ്മയോ മറ്റ് ഇതര പ്രശ്നങ്ങളോ ഒന്നും വലിയ ചർച്ചയായില്ലെങ്കിൽ ഇപ്പോൾ അത് ഏതാണ്ട് ഹിന്ദി മേഖലയിലേക്ക് വന്നപ്പോൾ, കാരണം മോദി തരംഗവും രാമക്ഷേത്രവും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പട്ടിണിയും വിലവർധനവും ഒക്കെ ഒരു അജണ്ടയായിട്ട് മാറുന്നുണ്ട്. പക്ഷേ അതിനെ ചില ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ള UP ഒക്കെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും BJP-ക്ക് ഇപ്പോഴും ആശ്വസിക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയ മേഖലയിൽ BJP-ക്ക് ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയെടുത്ത വലിയ നേട്ടം ഉണ്ടാക്കാനായില്ലെങ്കിലും BJP സർക്കാരിന് ഇതര മേഖലകളിൽ നിന്ന് അത് മാനേജ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇനി ഏതാനും ദിവസങ്ങൾ കാത്തിരുന്നേ മതിയാകൂ. ഏതാണ്ട് ജൂൺ ആദ്യ ആഴ്ചയിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരികയാണ്. അതുവരെ ഈ അഭ്യൂഹങ്ങൾ തുടരും. ഒരു കാര്യം വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, ദേശീയ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ.